ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമല വൈജയന്തിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയും മക്കളും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നിങ്ങൾ നാല് പേരും കൂടെ പറഞ്ഞ കേൾക്കൂലേ ബാലേന്ദ്രൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കമലെടുത്തി, അവൾക്കാണ് ഇപ്പോൾ അവിടെ സ്ഥാനം, അവളെയാണ് എപ്പോഴും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബാലേന്ദ്രൻ ഒരു മസാല ദോശ വേണമെന്ന് പറഞ്ഞു. ആ മസാല ദോശ ബബി കൊണ്ടുകൊടുത്തപ്പോൾ പറയാണ് അതിന് ടെമ്പറേച്ചർ പോരുന്നു. ടെമ്പറേച്ചർ പോരുന്നോ? നമ്മൾ പനിക്കല്ലേ ടെമ്പറേച്ചർ എന്നുള്ള വാക്ക് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അലീനെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ടെമ്പറേച്ചറിന്. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്ന് കമല പറയാണ്. അവളാണ് ഏത് നേരം അങ്ങോട്ട് പോകുന്നത്, മരുന്ന് കൊടുക്കുന്നത്, ഗുളിക കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പല്ല് കടിക്കാൻ കേട്ടോ. ഇത് സൂക്കേട് വേറെയാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. എന്നതൊക്കെ ആയാലും ഒരു തീരുമാനം ഉണ്ടാവാതെ ഞാനിവിടെ നിന്ന് പോകില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ. എന്താ കമലെടുത്ത് എങ്ങനെ പറഞ്ഞത്? അല്ല, ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടാണല്ലോ വരാം, അതുകൊണ്ട് പറഞ്ഞതാ. ഞാനെന്തായാലും ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് കമല ചായ എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം പിന്നീട് കമല ശിവശങ്കറിനെ വിളിക്കാൻ കേട്ടോ. ഹലോ ശിവേട്ട റൂമിലെത്തിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇല്ല, ഞാൻ റൂമിലെത്തിയിട്ടില്ല. അതെ, വൈദ്യരെ കാര്യം അറിഞ്ഞില്ലേ? അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ പ്രശ്നം ആ വേലക്കാരിയാണ്, അന്ന് കൊണ്ടുവന്നില്ലേ മനു ബാലേന്ദ്രൻ കൂടിയിട്ട്? അതെ അതെനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറയട്ടോ. അവളാണിപ്പോൾ അവിടുത്തെ പ്രശ്നക്കാരി. അവളെ പറഞ്ഞയക്കാതെ വൈദ്യ അടങ്ങൂല. അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ദേ പെട്ടിയും കിടക്കായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തി അങ്ങോട്ട് ചോദിക്കാൻ. എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലാതെ ഇത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവൂല. എന്തെങ്കിലും ബാലേന്ദ്രനെ വിളിച്ച് പറയണം. ശരി, ഞാൻ ബാലേന്ദ്രനെ വിളിച്ച് നോക്കാം. എന്തപ്പോൾ ശരിക്കുള്ള പ്രശ്നം എവിടെയെന്ന് ചോദിക്കുകയാണ്. അവളെ മാത്രമേ ബാലേന്ദ്രൻ വിളിക്കുന്നുള്ളൂ എന്നോ വൈജിക്ക് അവിടെ സ്ഥാനമില്ലാന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ അവളുടെ കയ്യിൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ഫോൺ വൈജിക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശിവേട്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കും കേട്ടോ. എന്താ കറക്റ്റ് പ്രശ്നം എന്ന് പറയാൻ കേട്ടോ ചോദിക്കുകയാണ്. എന്തപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ബാലേന്ദ്രൻ എന്താ അങ്ങനെയായത്? അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ബാലേന്ദ്രൻ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോഴാണ് അങ്ങനെ ആയത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം? ഏത് നേരം അവൾ തന്നെ മതി, എനിക്ക് ആ വീട്ടിലൊരു സ്ഥാനമില്ല. എന്തിനു അവളെയാണ് വിളിക്കുന്നത്? പിള്ളേരെ പോലും കണ്ടുകൂടാ, എന്നെയും കണ്ടുകൂടാ, മക്കളെയും കണ്ടുകൂടാ, പക്ഷെ അവളെ മാത്രം വേണം. ചോറെടുത്തുകൊണ്ട് കൊടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും എല്ലാത്തിനും അവൾ വേണം, അവളെ മതി എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ കമലടുത്തിൽ എത്തുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എനിക്ക് സ്ഥാനമില്ല, അവൾക്കാണ് സ്ഥാനം, അവളാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നേക്കാൾ സ്ഥാനം അവൾക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശിവൻ പറയണം, അതാണപ്പോൾ കാര്യമല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിന്റെ സ്ഥാനം പോകുന്നുള്ളൊരു പേടിയിലാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ നിൽക്കേണ്ട അടുത്ത് അവൾ നിൽക്കുന്നു, അല്ലെങ്കിൽ നീ ചെയ്യേണ്ടത് അവൾ ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണല്ലേ നീ അങ്ങനെ പറയുന്നത്. ഇത് തെറ്റിദ്ധാരണയൊന്നുമല്ല എന്ന് പറയാൻ കേട്ടോ. എനിക്ക് അവളെ ആ വീട്ടിൽ വേണ്ട, ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ പറയുന്നു. ആ വീട്ടുകാരി ആ വീട്ടിൽ എനിക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. ബാലേന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കി നടത്താനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്ന് പറയണേ. അപ്പോൾ ശിവൻ പറഞ്ഞിട്ട് ശരി, ഞാൻ ഗംഗേട്ടനായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, ഗംഗേട്ടനായിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അവളുണ്ടല്ലോ അലീന, അവളെ തലയിലെടുത്ത് വെച്ചിരിക്കുക ഗംഗേട്ടൻ. അങ്ങനെയോ? ഞാൻ അവളെ ചീത്ത പറഞ്ഞപ്പോഴേ ഗംഗേട്ടനെ എന്നെ അടിച്ചൂന്ന്, എന്നിട്ടാണ് അവിടുന്ന് പോയത്. ഗംഗേട്ടൻ നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ന്യായം ഉണ്ടാവുമല്ലോ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഒന്നുമില്ല, അതെ ഗംഗേട്ടൻ പറയാണ് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ആഗ്രയിലെ കഥയൊക്കെ പറയുന്നു. ആഗ്രയിലെ കഥയോ? ഗംഗേട്ടൻ പറഞ്ഞു എന്നോട്, ആഗ്രയിലെ കഥ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മക്കളും ബാലേന്ദ്രനും കൂടിയിട്ട് മീനച്ചിലാറ്റിൽ എടുത്ത് എറിയുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഉള്ള ആളോട് എന്തിനാണ് ഈ വിഷയമൊക്കെ സംസാരിക്കുന്നത്? എന്നാൽ ശരി, ഞാൻ ആലോചിക്കട്ടെ, ഞാൻ രാജീവനെ വിളിച്ച് പറയാം, 3 മണിക്കൂറിനുള്ളിൽ അവൻ അവിടെ എത്തും എന്ന് പറയുകയാണേ. അതിനുശേഷം പിന്നെ കാണിക്കുന്ന രേവതിക്കുട്ടീനെയാണ്. രേവതിക്കുട്ടി ഫോൺ ചെയ്യുകയാണ് കേട്ടോ ആൻസിനെ. അപ്പോൾ ആൻസി ഇവിടെ പോയിട്ട് വരികയാണ്. ആൻസി ചേച്ചി ബിസിയാണോ ചോദിക്കുന്നത്. ഇല്ലില്ല, ബിസിയൊന്നുമില്ല, നീ കാര്യം പറഞ്ഞോ എന്ന് പറയുകയാണേ. അല്ല ആൻസി ചേച്ചി, ഞാൻ റോണിച്ചായൻ്റെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ല. ബീപ് ശബ്ദവും ഇല്ല, എൻഗേജ്ഡും ഇല്ല, റിങ്ങും ഇല്ല, ഡസ് നോട്ട് എക്സിസ്റ്റും പറയുന്നില്ല, ചത്ത പോലെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ആണോ, ഇനി ആ നമ്പർ മാറ്റിയിട്ട് എങ്ങനെ ഉണ്ടാവും? അത് ശരിയായിരിക്കും.
പുതിയ നമ്പറൊന്നും എന്തായാലും കിട്ടാൻ വഴിയില്ല. റോണിച്ചേൻ്റെ നമ്പറല്ല അഡ്രസ്സ് അറിയുമെന്ന് ചോദിക്കാം കേട്ടോ. അഡ്രസ്സ് ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ സംഘടിപ്പിക്കാം. ഇനി ഷെറിൻ്റെയും റോണിൻ്റെയും മാരേജ് കത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് പറയും കേട്ടോ. ആ ശരി, അതും കൂടെ കിട്ടിയാൽ പിന്നെ നേരിട്ട് പോയി മുട്ടാലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. ആഹാ, അത് ശരിയാണ്, നേരിട്ട് പോയിട്ട് മുട്ടാം എന്ന് പറയും കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ പേര് രേവതിക്കുട്ടി എന്നല്ലേ? ആ, പിന്നെ നീ എങ്ങനെയാ ഇവിടെ ഇവരെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും കൂടെ വന്നത് എന്ന് ചോദിക്കും കേട്ടോ. അതൊരു വലിയ കഥയാണ് ചേച്ചി, ഞാനൊരു ഓർഫനാ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അൻസിക്ക് വിഷമാവാണ് കേട്ടോ. ഓർഫനോ? ആ അതെ, എന്നെ മാമച്ചനും ഗ്രേസമ്മ ഇവിടെ വീട്ടു ജോലിക്ക് കൊണ്ടുവന്നതാ. പക്ഷെ ഞാനിപ്പോൾ ഇവിടുത്തെ ആളായി മാറി. അവർക്കിപ്പോൾ എന്നെ സ്വന്തം മോളെ പോലെയാ. സ്വന്തം മോളെന്ന് പറഞ്ഞാൽ ശരിക്കും സ്വന്തം മോളെ പോലെ ഞാനാ ഈ വീട്ടിലെല്ലാതും. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ എന്നോട് അസൂയൊക്കെ തോന്നാറുണ്ട്. നീ അഹങ്കരിക്കേണ്ട, നീ തറയിൽ കിടന്നവൾ കരഞ്ഞവളാണ് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറയും ചേച്ചി എന്ന് പറയാം കേട്ടോ. അവരെന്നെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. അതാ, അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഇത് ഭാഗ്യമാണല്ലോ. ആ ചേച്ചി, അതെൻ്റെ ഭാഗ്യമാണ്. ഞാൻ ഇടയ്ക്കിട്ട് എന്നോട് ചില ഉപദേശങ്ങൾ കൊടുക്കും, അഹങ്കരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഞാൻ നിഗളിച്ചാലോ. ആ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ എന്ന് പറയും കേട്ടോ. അതിനുശേഷം ആൻസി പറയണേ, അതെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഷെറിൻ വന്നപ്പോൾ കൊച്ച് ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ കൊച്ച് ഉണ്ടായിരുന്നു എന്ന് രേവതിക്കുട്ടിയോട് ആൻസി പറയാൻ കേട്ടോ. ഉണ്ടായിരുന്നോ? എന്നിട്ട് കൊച്ച് പക്ഷെ ഷെറിൻ്റെ കൂടെ അല്ലായിരുന്നു, വേറെ ആര് കൂടെയായിരുന്നു. പക്ഷേ ഷെറിനെ 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ കൊച്ചിനെ കാണാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ? ഇപ്പോഴില്ല. ഇപ്പോൾ ഷെറിൻ്റെ അങ്ങനെ കാഴ്ചയൊക്കെ നിർത്തി, കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പറഞ്ഞു അതെല്ലാം അവൾക്ക് വട്ടായത് എന്ന് ചോദിക്കാൻ കേട്ടോ. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അറിയിക്കണേ ചേച്ചി. ആ ശരി, ഞാൻ അറിയിക്കാമെന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിലേക്ക് രാജ്യമ വരികയാണ് കേട്ടോ. അതിരാവിലെ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ കമലയും വൈജയൻ്റെയും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോണിബെല്ലടിക്കുമ്പോൾ വൈജ വന്ന് വാതിൽ തുറക്കുമ്പോൾ രാജീവനുണ്ട്. ആഹാ, രാജീവേട്ടനോ ഇത്ര നേരത്തെ എത്തിയോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ എന്നെ ശിവേട്ടൻ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. രാവിലെ 6:30 അവിടെ നിന്ന് പോന്ന്, ഇവിടെ 6:30 എത്തി. അതെങ്ങനെയാണ് അങ്ങനെ നോക്കിട്ടോ. അവിടുത്തെ 2 മണിക്കൂർ ശേഷമല്ലേ ഇവിടെ നേരം വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറിലെ കറക്റ്റ് അവിടെ നിന്ന് ഇവിടെ എത്താനുള്ളൂ. എന്താണ് കമലടുത്ത് വിശേഷമൊക്കെ? സുഖമല്ലേ? എന്ത് സുഖം, പിള്ളേർ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗതി അതോ ഗതി. ശിവേട്ടൻ്റെ കൂടെ ദുബായിലൊക്കെ പോയിട്ട് നിന്ന് സ്ഥലമൊക്കെ കണ്ടുവിട്ട്. ഓ, മരുഭൂമിയല്ലേ എന്ന് ചോദിക്കൂട്ടോ. മരുഭൂമിയാണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു കാഴ്ച തന്നെയാണ് എന്ന് പറയും. അതിനുശേഷം വൈജയന്തിനെ നോക്കുകയാണ് കേട്ടോ. എന്താ വൈജയ പ്രശ്നം? അപ്പോൾ കമല പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവളുടെ പ്രശ്നം ഒന്ന് തീർത്താൽ മതി. ഈ വൈജയന്തിന് ഒരു വൈതരണി, അത് പ്രശ്നം ഒന്ന് തീർത്തു കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ചേച്ചി കമലടുത്ത് എനിക്ക് നല്ല വിശപ്പുണ്ട്, ചായ പോലും ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചായയും കടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കമലടുത്ത്. എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വൈജയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ടുള്ള കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ വൈജയെ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയും, എത്രയും പെട്ടെന്ന് ഇവളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞാൻ ഇടപെടാം, അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. തല്ലാനോ കൊല്ലാനോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, കൊല്ലൊന്നും വേണ്ട, വൈജയുടെ ഭർത്താവല്ലേ. ബാലേന്ദ്രനെ കൊല്ലുന്ന കാര്യമല്ല പറഞ്ഞത്, ആ പെണ്ണിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കമല പറയും, നിനക്ക് സിംഗപ്പൂർക്ക് തിരിച്ചു പോകണ്ടേ, ആ പെണ്ണിനെ ഞാൻ അടിക്കും പിടിക്കൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ നീ കാര്യം പറയും, ഏത് രീതിയിൽ നമ്മൾ ഇടപെടണം എന്ന് പറയണ്ട. അപ്പോൾ വൈജയന്തി പറയാണ്, എനിക്ക് അവൾ ആ വീട്ടിൽ വേണ്ട, അവളില്ലാണ്ട് എനിക്ക് ആ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താ കാര്യം, എന്താണ് പ്രശ്നം ശരിക്കും എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും ബാലേന്ദ്രനും അവൾ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ വന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്, വേറെ ഞാൻ എന്ത് ചെയ്താലും അതിന് തെറ്റ്, എന്നെയും കണ്ടുവിടാം മക്കളെയും കണ്ടുവിടാം. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ബാലേന്ദ്രൻ, നീ പറയണത് വിട്ടിട്ട് ഒരു ആട്ടി പോലും പ്രവർത്തിക്കൂലല്ലായിരുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ പുതിയ ആളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ രാജീവൻ പറയും, നമ്മുടെ പുറത്തുള്ള അടുക്കളയിൽ ചാണകം മെഴുകിയോടത്തിരുന്ന് കെടുക്കുകയും കുടിക്കുകയും ചെയ്തിരുന്ന ഒരു അടിമയല്ലായിരുന്നു അവൻ, എന്നിട്ട് ഇപ്പം അവൻ എങ്ങനെയാണോ ആ ഓർമ്മയൊന്നും ഇപ്പം ഇല്ല, ഇപ്പം വലിയ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ആളുടെ സ്വഭാവമാണ് എന്ന് പറയും. ആണോ?
പക്ഷെ ഞാൻ അച്ഛൻ്റെ മരിപ്പിനൊക്കെ വന്നപ്പോൾ ആൾ നല്ല ഡീസൻ്റ് ആയിരുന്നല്ലോ, പിന്നെ മക്കളെക്കാളും കൂടുതൽ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. അന്നത്തോടുകൂടി അല്ലാതെ അവസാനിച്ചു. അച്ഛൻ മരിച്ചതോടുകൂടിയിട്ട് എല്ലാം തകിടം മറന്നു എന്ന് പറയുകയാണെ. എന്താ സത്യത്തിൽ പ്രശ്നം വൈജയ്? നീ ആ പെൺകുട്ടിനെ കുറിച്ച് പറഞ്ഞേ. ആ പെൺകുട്ടി ആളെങ്ങനെയാണ്? ആണുങ്ങളോട് മോശമായിട്ട് പെരുമാറുന്ന ആളാണോ, അല്ലെങ്കിൽ കള്ളിയാണോ, വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ ചോദിക്കണേ. സത്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചോദിച്ചാ എന്ന് പറഞ്ഞിട്ട് വൈജ പറഞ്ഞു തുടങ്ങാണ് കേട്ടോ. അങ്ങനെ കള്ളിയാണോ എന്ന് ചോദിച്ചാൽ കള്ളിയൊന്നുമല്ല, മോഷ്ടിച്ചിട്ടൊന്നുമില്ല, പണികളൊക്കെ നന്നായിട്ട് എടുക്കുക തന്നെ ചെയ്യും. പിന്നെ ആണുങ്ങളോടൊക്കെ നല്ല പെരുമാറ്റം തന്നെയാണ്, ആരോടും അപമര്യാദയായിട്ടൊന്നും അവൾ പെരുമാറിയിട്ടില്ല. അപ്പോൾ വേറെ അവളെ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടെന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് അവളെ ഇഷ്ടമല്ല, അത്ര തന്നെ. ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളെ വേണ്ട എന്നുള്ളത്. പിന്നെ അവളെ എന്ത് ചെയ്താലും എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ആ വീട്ടിൽ വേണ്ട. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ പറയുന്നത്. എനിക്ക് ആ വേലക്കാരി വേണ്ട, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ രാജീവിന് അലിനെ കുറിച്ചൊരു കാര്യം ഇങ്ങനെ മനസ്സിലാവാൻ കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.